സ്റ്റോറി സപ്തതിയിലെ കനലുകൾ ഭാഗം 7 രചന ദർശനദേവു അവതരണം ദർശനദേവു എഡിറ്റ് ദർശനദേവു ഇഷാനിയുടെ ആ പ്രണയം നിറഞ്ഞ ഇച്ഛായൻ വിളിയിൽ തുടങ്ങിയ മാറ്റം ആൽഫിന്റെയും ഇഷാനിയുടെയും ജീവിതത്തെ പാടെ മാറ്റിമറിക്കുകയായിരുന്നു. ആ ഒറ്റ വിളിയോടെ അവരുടെ ഇടയിലുണ്ടായിരുന്ന മഞ്ഞുപാളികൾ ഉരുകിത്തുടങ്ങി. പിന്നീട് കടന്നുപോയ ഓരോ ദിവസവും ആഴ്ചകളും അവരുടെ പ്രണയത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. പുറമെ അവർ പഴയതുപോലെ വഴക്കടിക്കുകയും കലിപ്പൻ കാന്താരി കളിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഉള്ളിൽ അവർ പരസ്പരം എത്രമാത്രം ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ടെന്നും ഒരാൾ ഇല്ലാതെ മറ്റൊരാൾക്ക് പിടിച്ചുനിൽക്കാനാകില്ലെന്നും അവർ തിരിച്ചറിഞ്ഞിരുന്നു. ആദ്മിക് എന്ന പഴയ സുഹൃത്ത് അവരുടെ ജീവിതത്തിൽ ഏൽപ്പിച്ച ആ കറുത്ത നിഴലിൽ നിന്നും ആ വേദനകളിൽ നിന്നും അവർ പൂർണ്ണമായും പുറത്തുകടന്നിരുന്നു. പരസ്പരമുള്ള പ്രണയം പൂർണ്ണമായി തിരിച്ചറിഞ്ഞതോടെ അവർ തങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ആഘോഷമാക്കാൻ തുടങ്ങി. കാശിനാഥന്റെ നിർബന്ധവും അതിലുപരി അദ്ദേഹത്തിന്റെ വലിയൊരു സമ്മാനവുമായിരുന്നു അവരുടെ ലണ്ടനിലേക്കുള്ള ആഡംബര ഹണിമൂൺ യാത്ര. മുൻപ് ആദ്മികിന്റെ ചതിയിൽ പെട്ട് ആൽഫിനെ തെറ്റിദ്ധരിച്ചതിലും അവനോട് ക്രൂരമായി പെരുമാറിയതിലും കാശിനാഥന് ഉള്ളിൽ വലിയ കുറ്റബോധമുണ്ടായിരുന്നു. ആ കുറ്റബോധം തീർക്കാനും തന്റെ പ്രിയപ്പെട്ട ആൽഫിനും ഇഷാനിക്കും സന്തോഷം നൽകാനുമായി അദ്ദേഹം തന്നെയാണ് അവരുടെ യാത്രയുടെ എല്ലാ ക്രമീകരണങ്ങളും നടത്തിയത്. ഫ്ലൈറ്റ് ടിക്കറ്റുകൾ മുതൽ ലണ്ടനിലെ ഏറ്റവും ആഡംബരപൂർണമായ റിസോർട്ട് ബുക്കിംഗും സന്ദർശിക്കേണ്ട സ്ഥലങ്ങളുടെ പട്ടിക വരെ അദ്ദേഹം സ്വന്തം മേൽനോട്ടത്തിൽ ഒരുക്കി. അതൊരു സ്വപ്നതുല്യമായ യാത്രയായിരുന്നു. ലണ്ടൻ നഗരത്തിന്റെ പശ്ചാത്തലത്തിൽ പെയ്തിറങ്ങുന്ന നേരിയ മഞ്ഞും തണുത്തുറഞ്ഞ അന്തരീക്ഷവും അവരുടെ പ്രണയത്തിന് പുതിയൊരു ഭംഗി നൽകി. ബിഗ് ബെന്നിന്റെയും ലണ്ടൻ ബ്രിഡ്ജിന്റെയും താഴെ ഇഷാനിയുടെ കൈകൾ മുറുകെ കോർത്തുപിടിച്ച് നടക്കുമ്പോൾ ആൽഫിന്റെ മനസ്സിൽ പ്രണയവും സന്തോഷവും മാത്രമായിരുന്നു. തിരക്കുകളിൽ നിന്നും മാറി ലോകം മറന്ന് അവർ പരസ്പരം മാത്രം അറിഞ്ഞു ജീവിച്ച ദിനങ്ങൾ. തണുപ്പ് അസഹനീയമായ ഒരു വൈകുന്നേരം ലണ്ടനിലെ തങ്ങളുടെ മുറിയിലെ വലിയ ഗ്ലാസ് ജാലകത്തിലൂടെ പുറത്തെ മഞ്ഞുപെയ്ത്ത് നോക്കി ഇഷാനി നിൽക്കുകയായിരുന്നു. തണുപ്പ് അവളുടെ ശരീരത്തെ വിറപ്പിച്ചു തുടങ്ങിയിരുന്നു. അത് കണ്ട ആൽഫിൻ പതിയെ അവളുടെ പിന്നിലൂടെ നടന്നെത്തി. ഇഷാനി ഒന്നു ഞെട്ടിയെങ്കിലും ആൽഫിന്റെ ശക്തമായ കൈകൾ അവളുടെ അരക്കെട്ടിലൂടെ ചുറ്റി അവളെ തന്നോട് ചേർത്തു പിടിച്ചു. അവന്റെ നെഞ്ചിലെ ചൂടിൽ ഇഷാനിയുടെ തണുപ്പ് പെട്ടെന്ന് അപ്രത്യക്ഷമായി. ആ നിൽപ്പിൽ അപ്രതീക്ഷിതമായ ഒരു പ്രണയോഷ്മളത ഉണ്ടായിരുന്നു. ഇഷാനി പതുക്കെ തലതിരിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി. പ്രണയം തുളുമ്പുന്ന ആ കണ്ണുകളിലേക്ക് നോക്കി നിന്നപ്പോൾ താൻ എത്രമാത്രം അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൻ തന്റെ നെറ്റിത്തടത്തിൽ പതുക്കെ ചുംബിച്ചപ്പോൾ ലോകം മുഴുവൻ അവരുടെ സ്നേഹത്തിന് മുന്നിൽ മൗനിയായതുപോലെ തോന്നി. ആ നിമിഷത്തിൽ തങ്ങൾ ഇരുവരും എന്നേക്കുമായി ഒന്നാണെന്നും ഈ പ്രണയം ആർക്കും തകർക്കാൻ കഴിയില്ലെന്നും അവർ മൗനമായി പരസ്പരം പറഞ്ഞുവെക്കുകയായിരുന്നു. എന്താ ഡോക്ടറെ, നാട്ടിലെ കലിപ്പൊക്കെ ലണ്ടനിൽ എത്തിയപ്പോൾ പാടെ മാറിയല്ലോ, ഇപ്പോൾ ഭയങ്കര റൊമാൻസാണല്ലോ, അവൾ നാണത്തോടെ ചുണ്ടുകൾ കടിച്ചുപിടിച്ച് ചോദിച്ചു. ഇഷാനിയുടെ ആ ചോദ്യത്തിന് മറുപടിയായി ആൽഫിൻ അവളുടെ തോളിൽ കൈവച്ച് ആ കള്ളച്ചിരിയോടെ അവളുടെ കാതൂരം പതുക്കെ മന്ത്രിച്ചു. എന്റെ കൺമുന്നിൽ ലണ്ടൻ മഞ്ഞിനേക്കാൾ സുന്ദരിയായി ഇത്രയും സ്നേഹം നിറഞ്ഞ മുഖത്തോടെ എന്റെ ഈ കാന്താരി പെണ്ണ് നിൽക്കുമ്പോൾ ഏത് കലിപ്പനാണ് ഒന്ന് വീണുപോകാത്തത് ഇഷു. അവന്റെ വാക്കുകൾ ആ തണുത്ത അന്തരീക്ഷത്തിലും അവളുടെ ഉള്ളിൽ പ്രണയത്തിന്റെ തീവ്രമായ കനലുകൾ കോരിയിട്ടു. ലണ്ടനിലെ ആ രാത്രിയുടെ നിശബ്ദതയിൽ ജാലകത്തിലൂടെ പുറത്തെ മഞ്ഞുപെയ്ത്ത് നോക്കി നിൽക്കുമ്പോൾ അവൻ അവളുടെ തണുത്ത കവിളുകളെ തന്റെ കൈവെള്ളയിൽ ഒതുക്കിപ്പിടിച്ചു. അവളുടെ നെറ്റിയിലും കണ്ണുകളിലും ആൽഫിൻ പ്രണയപൂർവ്വം ചുംബിച്ചു. ഒടുവിൽ അവളുടെ വിറക്കുന്ന അതരങ്ങളിലേക്ക് അവൻ ആഴ്ന്നിറങ്ങിയപ്പോൾ ഇഷാനി അവനിലേക്ക് കൂടുതൽ ഒതുങ്ങിക്കൂടി. പരസ്പരം വിട്ടുകൊടുക്കാൻ കഴിയാത്തവിധം ആ വിദേശ മണ്ണിലെ മഞ്ഞുനനഞ്ഞ രാത്രി അവരുടെ തീവ്രമായ പ്രണയത്തിന് മൗനസാക്ഷിയായി. ആ യാത്രയുടെ ഒടുവിൽ കുറച്ചു ദിവസങ്ങൾ കൂടി കാശിനാഥന്റെ കുടുംബത്തോടൊപ്പം ചെലവഴിച്ച ശേഷമാണ് ആൽഫിനും ഇഷാനിയും തിരികെ നാട്ടിലേക്ക് മടങ്ങിയത്. ആ ഹണിമൂൺ യാത്ര അവരുടെ ജീവിതത്തിലെ അകൽച്ചകളെ പൂർണ്ണമായും മായ്ച്ചുകളഞ്ഞിരുന്നു. ഇപ്പോൾ അവർ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരുപോലെ മാതൃകയായ ഒരേ മനസ്സോടെ ജീവിക്കുന്ന ദമ്പതിമാരായി മാറി. അതേസമയം അവരുടെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിപ്പോയ ആദ്മികിനെക്കുറിച്ച് പിന്നീട് യാതൊരു വിവരവും ഇല്ലായിരുന്നു. അവൻ എവിടെയാണെന്നോ എന്തു ചെയ്യുകയാണെന്നോ ആരും അന്വേഷിച്ചതുമില്ല. സ്വന്തം സ്വാർത്ഥത കൊണ്ട് എല്ലാവരെയും ചതിച്ച അവൻ സ്വന്തം നിഴലിനെപ്പോലും ഭയന്ന് എവിടെയോ ഒളിവിൽ കഴിയുകയായിരിക്കാം. ആദ്മിക് വരുത്തിവെച്ച കൊടുങ്കാറ്റുകളെല്ലാം എന്നേക്കുമായി ഒടുങ്ങി. ആൽഫിന്റെയും ഇഷാനിയുടെയും ജീവിതത്തിൽ ഇപ്പോൾ പ്രണയത്തിന്റെ വസന്തകാലം മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. ദിവസങ്ങളും മാസങ്ങളും വളരെ വേഗത്തിൽ കടന്നുപോയി. ലണ്ടൻ ഹണിമൂൺ യാത്രയ്ക്ക് ശേഷം നാട്ടിലെത്തിയ ആ സുന്ദരമായ നാളുകൾക്കിടയിലാണ് ഇഷാനിയുടെ ജീവനായ കൂട്ടുകാരി ലിഡിയയുടെയും ആഹാനന്ദയും വിവാഹം മനോഹരമായി നടന്നത്. അന്ന് ലിഡിയ പറഞ്ഞതുപോലെ തന്നെ സുന്ദരിയായ ഒരു കല്യാണപ്പെണ്ണായി അവൾ അണിഞ്ഞൊരുങ്ങി വന്നപ്പോൾ ഇഷാനിയും ആൽഫിനും മുന്നിൽ തന്നെയുണ്ടായിരുന്നു. കൂട്ടുകാരിയുടെ കൈകൾ ആഹാനന്റെ കൈകളിലേക്ക് ചേർത്തുപിടിച്ചു കൊടുക്കുമ്പോൾ ഇഷാനിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞുതുളുമ്പി. ആ വിവാഹസൽക്കാരത്തിനിടയിൽ ആൽഫിൻ ഇഷാനിയുടെ കൈകൾ മെല്ലെ അമർത്തിപ്പിടിച്ച് നൽകിയ കരുതലും സ്നേഹവും അവൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. അതിനുശേഷമുള്ള ആ മനോഹരമായ നാളുകളിലാണ് ഐസക് സൈമന്റെ കുടുംബത്തിലേക്കും രാജേന്ദ്രന്റെ കുടുംബത്തിലേക്കും ആ വലിയ സന്തോഷവാർത്ത എത്തിയത്. നമ്മുടെ ഇഷാനി ഇപ്പോൾ ഗർഭിണിയാണ്. തങ്ങൾക്കിടയിലേക്ക് പുതിയൊരു ജീവൻ വരാൻ പോകുന്നു എന്നറിഞ്ഞ നിമിഷം എപ്പോഴും ഗൗരവക്കാരനായ ആ കലിപ്പൻ ഡോക്ടർ ആൽഫിന്റെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. അവൻ ഇഷാനിയെ മുറുകെ കെട്ടിപ്പിടിച്ച് തന്റെ അടക്കാനാകാത്ത പ്രണയം മുഴുവൻ ആ കണ്ണുകളിലൂടെ പ്രകടിപ്പിച്ചു.
വീട്ടിലുള്ള എല്ലാവരും ഇഷാനിയെ കണ്ണിലെണ്ണയൊഴിച്ച് വളരെ നല്ല രീതിയിലാണ് നോക്കിയിരുന്നത്. അവൾക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കാനും അവളെ എപ്പോഴും സന്തോഷിപ്പിക്കാനും ആൽഫിന്റെ മമ്മിയും ഇഷാനിയുടെ അമ്മ ജലജയും പരസ്പരം മത്സരിച്ചു. എന്നാൽ ഈ കൂട്ടത്തിൽ ഇഷാനിയെ ഏറ്റവും കൂടുതൽ നോക്കിയത് നമ്മുടെ കുഞ്ഞു ഇസമോളായിരുന്നു. ഇസ ഇപ്പോൾ എപ്പോഴും ഇഷുചേച്ചിയുടെ വയറോട് ചേർന്നു നിന്നാണ് സംസാരിക്കുന്നത്. ഇഷുചേച്ചി, വയറ്റിലുള്ള പാച്ചുവിന് വേദനിക്കും, അതുകൊണ്ട് ചേച്ചി ഇപ്പോൾ ഒത്തിരി നടക്കണ്ട. ചേച്ചിക്കുള്ള വെള്ളം ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ് ആ കുഞ്ഞു കൈകൾ കൊണ്ട് അവൾ ഇഷാനിക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. ഒരു ദിവസം ഇഷാനിക്ക് ഒരൽപ്പം ക്ഷീണം തോന്നിയപ്പോൾ അവൾ സോഫയിൽ അല്പം ചാരി കിടന്നു. അത് കണ്ടതും ഇസ ഓടിച്ചെന്ന് ആൽഫിന്റെ അരികിൽ ചെന്ന് വളരെ ഗൗരവത്തിൽ പരാതിപ്പെട്ടു. ആൽഫിനിച്ച, ഇഷുചേച്ചിക്ക് വല്ലാതെ ക്ഷീണിക്കുന്നുണ്ട്. ആൽഫിനിച്ചൻ എപ്പോഴും ആ ഹെൽത്ത് റിപ്പോർട്ടും നോക്കി ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ചേച്ചിക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്ക്, അല്ലെങ്കിൽ ഞാൻ പാച്ചുവിനോട് പരാതി പറയും കേട്ടോ. ഇസയുടെ ആ കൊച്ചു ഗൗരവം കണ്ട് ആൽഫിൻ ചിരിയടക്കാൻ പാടുപെട്ടു. അവൻ അവളെ വാരിയെടുത്ത് മടിയിലിരുത്തിക്കൊണ്ട് പറഞ്ഞു. ശരിയാണല്ലോ ഇസേ. ആൽഫിനിച്ചൻ ശ്രദ്ധിക്കാതിരുന്നതുകൊണ്ട് ഇഷുചേച്ചിക്ക് സങ്കടമായല്ലേ? ഞാൻ ഇപ്പോ തന്നെ ചേച്ചിയെ നോക്കിക്കോളാം, നീ മിടുക്കിയല്ലേ? അവൻ ഇഷാനിയുടെ അരികിലേക്ക് ചെന്ന് അവളുടെ മുടിയിഴകൾ തഴുകി ആ നെറ്റിയിൽ ഒരുമ നൽകി. ഇസ അതൊക്കെ കണ്ട് ഒരു കൊച്ചു കുസൃതിയോടെ കണ്ണിറുക്കി ചിരിച്ചു. അവരുടെ കുടുംബത്തിലെ ആ കൊച്ചു സന്തോഷങ്ങൾ ആൽഫിനെയും ഇഷാനിയെയും കൂടുതൽ അടുപ്പിച്ചു. ആ പഴയ കലിപ്പൻ ഡോക്ടർ ഇപ്പോൾ ഇഷാനിയുടെയും വരാനിരിക്കുന്ന കുഞ്ഞിന്റെയും ലോകത്ത് പൂർണ്ണമായും ലയിച്ചു കഴിഞ്ഞിരുന്നു. ഇസയുടെ ആ കൊഞ്ചലും കരുതലും കാണുമ്പോൾ ഉള്ളിലെ പഴയ മുറിവുകളെല്ലാം പൂർണ്ണമായി ഉണങ്ങിയ ആൽഫിന്റെ മനസ്സിൽ വാത്സല്യം നിറഞ്ഞുതുളുമ്പുകയായിരുന്നു. താൻ ഇത്രയും കാലം തിരഞ്ഞ സ്നേഹം മുഴുവൻ ഇന്ന് തന്റെ കുടുംബത്തിലുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ മാസങ്ങൾ കാത്തിരിപ്പിനൊടുവിൽ ആ വലിയ നിമിഷം സമാഗതമായി. ഇഷാനിയെ പ്രസവത്തിനായി ലേബർ റൂമിൽ പ്രവേശിപ്പിച്ച ആ നിമിഷം മുതൽ വീട്ടിലെ അന്തരീക്ഷം പ്രാർത്ഥനാനിർഭരമായിരുന്നു. പ്രസവമുറിക്ക് പുറത്ത് വലിയ നെഞ്ചിടിപ്പോടെ കൈകൾ കൂപ്പി മൗനമായി പ്രാർത്ഥിച്ചു നിന്ന് ആൽഫിന്റെയും കുടുംബത്തിന്റെയും കാതുകളിലേക്ക് അപ്രതീക്ഷിതമായി ആ കുഞ്ഞു കരച്ചിലുകൾ കേട്ടു. ഒന്നിനുപുറകെ ഒന്നായി കേട്ട ആ ശബ്ദം കേട്ടതും ആൽഫിന്റെ ഉള്ളിൽ ആനന്ദക്കണ്ണീർ നിറഞ്ഞു. അതെ, ഇഷാനി അമ്മയായി. അത് കേവലം ഒരു കുഞ്ഞായിരുന്നില്ല, ദൈവം അവർക്ക് നൽകിയ ഇരട്ടി മധുരമായിരുന്നു. 2 മനോഹരമായ ഇരട്ടക്കുട്ടികൾ. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ കുഞ്ഞുങ്ങളെയും കൊണ്ട് വെളിയിലേക്ക് വന്നപ്പോൾ ആൽഫിന്റെയും അമ്മമാരുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞുതുളുമ്പി. ഇരട്ടക്കുട്ടികളുടെ ആ നിഷ്കളങ്കമായ മുഖങ്ങളിലേക്ക് നോക്കിയ നിമിഷം ആൽഫിന്റെ ജീവിതം പൂർണ്ണമാവുകയായിരുന്നു. ആത്മിക ചതിയും പഴയ കറുത്ത സങ്കടങ്ങളും തകർച്ചകളും എല്ലാം ഈ കുരുന്നുകളുടെ വരവോടെ ആ കുടുംബത്തിൽ നിന്നും എന്നേക്കുമായി തുടച്ചുമാറ്റപ്പെട്ടിരുന്നു. തന്റെ കലിപ്പൻ ഇച്ചായന്റെ കൈകളിലേക്ക് ആ 2 കുഞ്ഞു വാവകളെയും ആദ്യമായി വെച്ചുകൊടുക്കുമ്പോൾ കട്ടിലിൽ ക്ഷീണത്തോടെ കിടന്ന ഇഷാനിയുടെ മുഖത്ത് ഒരു വലിയ പൂർണ്ണതയുടെ പുഞ്ചിരിയുണ്ടായിരുന്നു. ആൽഫിൻ ഇഷാനിയുടെ നിറകിൽ തന്റെ ചുണ്ടുകൾ അമർത്തി അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. കുഞ്ഞുങ്ങളെ കണ്ടതും ഇസമോളും ഇഷാനും ആവേശത്തോടെ ഞങ്ങളുടെ വാവകൾ എന്ന് വിളിച്ചുപറഞ്ഞ് അങ്ങോട്ടോടിയെത്തി. വഞ്ചനയുടെ കൊടുങ്കാറ്റുകൾ തകർത്ത അവരുടെ ജീവിതത്തിലേക്ക് ദൈവം തിരികെ നൽകിയ ഏറ്റവും വലിയ സമ്മാനമായിരുന്നു ആ കുരുന്നുകൾ. ആ 2 കൺമണികളുടെ വരവോടെ ആ സന്തോഷം അതിന്റെ അത്യുന്നതിയിൽ എത്തിയിരുന്നു. കുട്ടികളുടെ നൂൽകെട്ട് ചടങ്ങ് എല്ലാവരും ചേർന്ന് അങ്ങേയറ്റം ഗംഭീരമായിട്ടാണ് നടത്തിയത്. ബന്ധുക്കളും സുഹൃത്തുക്കളും വിദേശത്തുനിന്നും പ്രത്യേകം എത്തിച്ചേർന്ന കാശിനാഥനും കുടുംബവും ലിഡിയയും ആഹാനും എല്ലാം ആ മംഗളചടങ്ങിൽ പങ്കെടുത്തു. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ആ ഇരട്ടക്കുട്ടികൾക്ക് സ്നേഹത്തോടെ പേരുകൾ നൽകി. ദാവീദ് ആൽഫിൻ എന്നും ധ്യാൻ ആൽഫിൻ എന്നും. ദാവീദും ധ്യാനും വളരുംതോറും ആ വീട്ടിൽ ചിരിയും കളികളും ഇരട്ടിയായി. കുഞ്ഞു ഇസമോൾ ഇപ്പോൾ വലിയൊരു ചേച്ചിയുടെ ഭാവത്തിലാണ്. അവൾ 2 പേരെയും മാറി താരാട്ടുപാടാനും കളിപ്പിക്കാനും എപ്പോഴും അവരുടെ അരികിൽ തന്നെയുണ്ടാകും. ഇഷാനിയുടെ അനുജൻ ഇഷാൻ വാവകളെ എടുത്ത് പുതിയ പുതിയ കുറുമ്പുകൾ കാണിക്കാൻ തുടങ്ങിയാൽ ഇഷാനി അവിടെയും ആ പഴയ കാന്താരി യായി മാറി അവനെ വഴക്കു പറയാൻ തുടങ്ങും. ആൽഫിൻ ഇപ്പോൾ ഹോസ്പിറ്റൽ ഡ്യൂട്ടി കഴിഞ്ഞാൽ മറ്റെങ്ങും പോകാതെ നേരെ ഓടി വീട്ടിലെത്തും. തന്റെ കൺമുന്നിൽ വളരുന്ന ദാവീദിനെയും ധ്യാനെയും നെഞ്ചോട് ചേർക്കുമ്പോൾ പണ്ട് ആത്മിക ഉണ്ടാക്കിയ മുറിവുകളുടെ ഒരടയാളം പോലും അവന്റെ മനസ്സിൽ ബാക്കിയുണ്ടായിരുന്നില്ല. ഒരു ദിവസം കുഞ്ഞുങ്ങളെ നോക്കി നിൽക്കുന്ന ആൽഫിന്റെ അരികിലേക്ക് വന്ന് ഇഷാനി അവന്റെ ചുമലിൽ ചാരി നിന്ന് പതുക്കെ ചോദിച്ചു. എന്താ ഇച്ചായ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ദാവീദും ധ്യാനും നമ്മളെപ്പോലെ കലിപ്പൻ ആകുമോ അതോ കാന്താരി ആകുമോ എന്ന് ചിന്തിക്കുകയാണോ? അവളുടെ ആ വിളി കേട്ട് ആൽഫിൻ അവളെ പിന്നിലൂടെ ചേർത്തുപിടിച്ച് ആ നെറ്റിയിൽ പതുക്കെ ചുംബിച്ചുകൊണ്ട് ചിരിയോടെ മറുപടി പറഞ്ഞു. അവർ നമ്മളെപ്പോലെ തന്നെയാകും ഇഷാനി. ഒരു കലിപ്പന്റെയും കാന്താരിയുടെയും പ്രണയത്തിൽ പിറന്നതുകൊണ്ട് അവർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. നമ്മുടെ ജീവിതം തന്നെ അതിനൊരു സാക്ഷിയല്ലേ? പുറമേ ഇരുവരും ഇപ്പോഴും ആ പഴയ കൊച്ചു കലിപ്പനും കാന്താരിയും ഒക്കെത്തന്നെയാണെങ്കിലും ഉള്ളിൽ അളവറ്റ പ്രണയവും പരസ്പരമുള്ള കരുതലും നിറച്ച് അവർ തങ്ങളുടെ സുന്ദരമായ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് നയിച്ചു. പരീക്ഷണങ്ങൾക്കൊടുവിൽ അവർ കണ്ടെത്തിയ ആ സ്വർഗത്തിൽ എന്നും സന്തോഷത്തിന്റെ പൂക്കൾ മാത്രം വിരിഞ്ഞുനിന്നു. തുടരും. സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.